നമ്മളിന്നൊരു വലിയൊരു ആശങ്കയിലാണ്. SIR എന്ന് പറയുന്ന അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടിയാണ് ഇന്ന് കേരളത്തിൽ നടന്നു വരുന്നത്. നമ്മളെല്ലാം കണ്ടതാണ്. ബീഹാറിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന വോട്ടർ പട്ടികയിൽ നിന്ന് SIR അനുസരിച്ച് വോട്ടർ പട്ടിക പരിഷ്കരിച്ചപ്പോൾ 65 ലക്ഷത്തോളം പേർ അതിൽ നിന്നും പുറത്തായി. അപ്പോൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഏതാണ്ട് 2002 വോട്ടർ പട്ടിക ആധാരമാക്കി SIR നടത്തി കഴിയുമ്പോൾ ഏതാണ്ട് 50 ലക്ഷത്തോളം പേർ കേരളത്തിൽ നിന്നും പുറത്താകും എന്നുള്ളതാണ് ആശങ്ക. ആ ആശങ്ക പരിഹരിക്കാനാണ് ഇതുപോലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കൊല്ലൂരിലെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് കാരണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യമായി കൊല്ലൂറുളയിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും സ്റ്റഡി ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിക്കാൻ കാരണമായത്. നമ്മളിത് കേന്ദ്ര സർക്കാരും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഹിഡൻ അജണ്ട തന്നെയാണ്, ഒരു ഗൂഢതന്ത്രമാണ്. നമ്മളറിയാതെ തന്നെ നമ്മളെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുക തന്നെ ഇവർ ചെയ്യും. ബീഹാറിൽ സംഭവിച്ചത് 65 ലക്ഷം പേര് പുറത്തായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും ആണ് അവിടെ പുറത്തായിരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ ലിസ്റ്റിൽ നമ്മളെ പെടുത്തും. അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗ്രതയായി തന്നെ ഇരിക്കണം. ഈ രേഖകൾ, ഇവർ പറയുന്ന രേഖകൾ നമ്മൾ സ്വരൂപിച്ച് നമ്മുടെ കയ്യിൽ BLO വരുമ്പോൾ സമർപ്പിക്കുന്ന രീതിയിൽ നമ്മൾ തയ്യാറായിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇത് 11-ാം മാസം നമ്മൾ നിൽക്കുന്നത്. 9/9 ഈ ആധാർ കൂടെ ഉൾപ്പെടുത്തി വന്നത്. അതുവരെ ആധാർ ഒഴിവാക്കി വെച്ചിരുന്നതാണ്. നമ്മൾ കേസ് പോയപ്പോഴാണ് ആധാർ ഉൾപ്പെടുത്തിയത്. കാര്യം നമ്മുടെ കയ്യിൽ ആധാറുണ്ട്. കാര്യം നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞെന്താ, ആധാറാണ് നിങ്ങളുടെ മുഖ്യമായ നിങ്ങളുടെ ഐഡൻറ്റിറ്റി. ആധാർ എല്ലാവർക്കും വേണം, അത് ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ ചേർക്കണം എന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞു. അതെല്ലാം നമ്മൾ ആധാർ കൊണ്ടു നടക്കുക. നമ്മുടെ കയ്യിലുള്ള ആകെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആധാരം പോലും നമ്മൾ മറന്നു. നമ്മുടെ ഇരിക്കുന്ന ഈ കൊച്ചു ആധാറാണ് നമ്മൾ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത്. നമ്മൾ നോട്ട് ചോദിച്ചു. നമ്മുടെ കയ്യിലൊക്കെ ആയിരക്കണക്കിന് രൂപ നോട്ട് പോക്കറ്റ് ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, നിങ്ങളുടെ നോട്ടിന് ഈ നിമിഷം മുതൽ പേപ്പറിന് വിലയുള്ളൂ, തീർന്നു. നോട്ട് നിരോധിച്ചു. രണ്ടാമത്, നമ്മുടെ വസ്തുക്കൾ, ഭൂമിയുടെ മുഴുവൻ രജിസ്ട്രേഷനും റദ്ദ് ചെയ്തു. അത് കോടതിയിലാണ്. ആർക്കും ഇനി ഭൂമിയില്ല, എല്ലാം സർക്കാർ വക. പണ്ട് രാജാക്കന്മാരുടെ വകയായിരുന്നല്ലോ ഈ പ്രദേശം. ആ ഭൂമിയെല്ലാം പതിച്ചു കൊടുത്തതുപോലെ ഇപ്പോൾ രാജാവായ മോദിയാണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ഭൂമിയുടെ അധികാരി. നിങ്ങൾക്കൊന്നും ഭൂമിയില്ല. ഇനി ഭൂമി നിങ്ങൾ കൊണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. ഞാൻ താമസിക്കുന്ന ഭൂമി എൻ്റെതാണെന്ന് ഞാൻ തെളിയിക്കണം. മൂന്നാമതായിട്ട് ആ 3ാമത്തെ റദ്ദിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരും വോട്ടർമാരല്ല. നിങ്ങൾക്ക് ആർക്കും വോട്ടില്ല. നമുക്ക് ആർക്കുമില്ല വോട്ട്. നമുക്ക് ആർക്കും വോട്ടില്ല. ഇനി നമ്മൾ വോട്ടർ ആവണം. അതാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം രൂപം റദ്ദാക്കി, രണ്ടാമത് ഭൂമി റദ്ദാക്കി, ഇപ്പോൾ വോട്ട് റദ്ദാക്കി. നോക്കൂ. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യമൊന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം. നമ്മൾ അവിടെ നിന്ന് എത്തില്ല. നമ്മൾ ജനിച്ച ഈ മണ്ണിൽ നമ്മൾ മരിച്ചു വീഴുക ചെയ്യും. സംശയമൊന്നും വേണ്ട. നേരത്തെ സുനിഷ പറഞ്ഞില്ലേ, ആസാദി സ്ക്വയർ, ആയിരത്തി നടത്തിയ ആസാദി സ്ക്വയർ, ഞങ്ങൾ അവിടെ വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ട്. ഈ മണ്ണിന് മണമുണ്ടെങ്കിൽ ഞങ്ങളുടെ വേർപ്പിനും അതേ മണം. ഈ മണ്ണിന് മണമുണ്ടെങ്കിൽ ഞങ്ങളുടെ വേർപ്പിനും അതേ മണം. ഞങ്ങളുടെ വേർപ്പാണ് ഈ മണ്ണിൻ്റെ വേർപ്പ്, ഈ മണ്ണിൻ്റെ മണം. നമ്മൾ വിളിച്ച മുദ്രാവാക്യമാണ്. അപ്പം നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായി ഈ കാര്യങ്ങൾ ചെയ്യാൻ മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് വോട്ടുണ്ടോ, ആ വോട്ട് എന്തിനു വേണ്ടിയാണ് പരിശോധിക്കപ്പെടുന്നതെന്ന് ഇതിലുള്ള തുടർന്നുള്ള പല കാര്യങ്ങളും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ പൗരത്വം തന്നെയാണ് ഇത്. NRC പറയുന്നുണ്ട് ഇതിനകത്ത്. ഇന്നിപ്പോൾ ഇംഗ്ലീഷ് ഫോമിനകത്ത് വ്യക്തമായി NRC പറയുന്നുണ്ട്. വ്യക്തമായി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ, അതിൻ്റെ NRCയുടെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് NRCയുടെ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുക. NRC നടപ്പിലാക്കിയ എല്ലാ സ്ഥലങ്ങൾക്കും ആ സർട്ടിഫിക്കറ്റോട് അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എല്ലാം NRC ഒരു അടിസ്ഥാനപരമായ ഒരു സർട്ടിഫിക്കറ്റായി മാറി നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ആവുന്നതിനുള്ള തുടക്കമാണ് ഇട്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെല്ലാം ഒരുപാട് മുദ്രാവാക്യം വിളിച്ചവരാ. സത്യത്തെ കന്യാറ്റി മുസ്ലിം ജമാഅത്ത് ഇങ്ങനെ ഒരു സംരംഭം ഒതുക്കി ഇവിടുത്തെ സഹോദരി സഹോദരന്മാരെ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇത്രയൊരു ക്ലാസ് നടത്താൻ അവർ കാട്ടുന്ന മഹാമനസ്കത എൻ്റെ ജമാഅത്തിൽ കഴിഞ്ഞിട്ടില്ല.
കൊല്ലുള്ള ജമാഅത്ത് കഴിഞ്ഞു. ഞാൻ താമസിക്കുന്ന കൊല്ലുള്ളയിലാണ്, അവിടെ നടന്നു. വേറെയും പല ജമാഅത്തുകളും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങൾ കാണിക്കുന്ന ഈ ഭയങ്കര ആത്മാർത്ഥത, അത് നമ്മുടെ ആളുകൾക്ക് ഈ ഒരു ശ്രദ്ധ കൊടുക്കാനും അവർ ജാഗരൂകരായിരിക്കാനും വേണ്ടിയുള്ളൊരു അവസരമായി ഇത് മാറും. അള്ളാഹു അങ്ങനെ മാറ്റിത്തരട്ടെ എന്ന് ഇത്തരത്തിൽ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ 3 ഏജുകൾ പറഞ്ഞു, 3 കാരണങ്ങൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഇന്യൂമറേറ്റർമാർക്ക് കൊടുത്ത ചില നിർദ്ദേശങ്ങളിൽ ചില സംശയങ്ങൾ വരും. അത് നമുക്ക് എടുക്കണം. ഇന്യൂമറേറ്റർമാർക്ക് പോലും എന്താണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഫോം പോലും അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണോ അങ്ങനെയാണോ നമ്മുടെ ചോദിക്കുന്നത്. ആ സ്ഥിതിയിലേക്കാണ് നമ്മളെ വിളിച്ച് ചോദിക്കുക. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പല ഇന്യൂമറേറ്റർമാരുണ്ട്. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പഠിപ്പിച്ചൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി വന്ന് എന്നോട് ചോദിച്ചു, സാറേ ഇത് ഇങ്ങനെയാണോ, ഞങ്ങൾക്ക് ആകെ ഒരു ക്ലാസ് കിട്ടുള്ളൂ, ഒന്നും അറിയില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥിതി വന്നു. ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എപ്പോഴും എന്തെങ്കിലും നടപടി എടുത്താൽ ആ നടപടിക്ക് മുമ്പാകെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ വയ്ക്കും. എല്ലാ ആളുകൾക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ അതിൻ്റെ മുഴുവൻ ഹാൻഡ് ബുക്കുകൾ പുറത്തിറക്കും. ഇവിടെ ഹാൻഡ് ബുക്ക് പോലും പുറത്തിറക്കിയില്ല. ഞാൻ പുറകെ ഇങ്ങനെ പോയി. അവസാനം ഹാൻഡ് ബുക്ക് ഇറങ്ങിയത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഹാൻഡ് ബുക്ക് ഇറങ്ങിയത്. അത് രഹസ്യമായിട്ട്, ആ ഹാൻഡ് ബുക്ക് രഹസ്യമായിട്ട് ഇറക്കിയ ഞാൻ ആ ഹാൻഡ് ബുക്ക് ഇവിടെ കാണിക്കാം. ഞാൻ അതിലേക്ക് വരാം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കേതാണ്ട് ഇതാണ് ഹാൻഡ് ബുക്ക്. ഇന്യൂമറേറ്റർമാർക്ക് കൊടുത്ത നമ്മുടെ എനിക്ക് കാണാൻ പറ്റുമോ? ആ കസേര ഇങ്ങോട്ട് മാറ്റി, നിസാ സാറേ ആ കസേര മാറ്റി. ഇത് ഇന്യൂമറേറ്റർമാർക്ക് കൊടുത്ത ഇപ്പോഴത്തെ കൈപ്പുസ്തകമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഈ പുസ്തകം വളരെ രഹസ്യമായി അടുത്ത ദിവസം ഇറക്കിയ പുസ്തകമാണ്. അതുപോലെ ആ പുസ്തകം പുറത്തിറക്കിയിട്ടില്ല അവർ. ഇപ്പം നമുക്കെന്നറിയാമല്ലോ, ഫോം നമ്പർ 6 ഇപ്പോഴേ ഇറങ്ങിയതേ ഉള്ളൂ. അവരോട് പറഞ്ഞു ആദ്യം 300 ഫോം വീതം ഓരോ BLOമാർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ബാക്കി പിന്നീട് തരും. ഇപ്പോൾ ബാക്കി കൂടെ കൊടുത്തു. 450 ഇത് വീണ്ടും കൊടുത്തു പലർക്കും. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഫോം നമ്പർ 6 കൂടെ കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെ ഘട്ടമായിട്ടാണ് അവർ കൊടുക്കുന്നത്. കാര്യം നമ്മൾ ഭയപ്പെടണ്ട, യാതൊന്നും ഭയപ്പെടണ്ട. നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് നമ്മുടെ ഈ കേരളത്തിലെ ഇലക്ഷൻ ഓഫീസർ നടത്തിയ എല്ലാ ചാനലുകളിലും അദ്ദേഹം സംശയ നിവാരണം നടത്തി. എല്ലാ ചാനലുകളിലും ആ ചാനലുകളിൽ സംശയ നിവാരണം നടത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നമ്മോട് പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ ആരും ഭയപ്പെടണ്ട, ഒരു പേർക്ക് ഭയപ്പെടണ്ട. 12 തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് നിങ്ങൾ കാണിച്ചാൽ മതി. നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒന്ന്, 12-ൽ ഒന്നൊന്നും നമുക്ക് വലിയ പാടുണ്ടോ? ഒരു പാടുമില്ല. പക്ഷെ അതിൽ ആധാറില്ല, റേഷൻ കാർഡില്ല. ഇപ്പോൾ കേസ് വന്നപ്പോൾ ആധാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇന്നിറങ്ങിയ ഈ ഫോമിനകത്ത് പറയുന്നുണ്ട്. 12-ാമതായിട്ട് കൊടുത്തിട്ടുണ്ട്, ഫോർ ആധാർ ദി കമ്മീഷൻസ് ഡയറക്ഷൻസ് ഇഷ്യൂഡ് വൈറ്റ് ലെറ്റർ നമ്പർ 23/2025 ERS വോളിയം 2 ഡേറ്റഡ് 9/9/2025 മാത്രമാണ്. 9/9/2025. ഇത് 11-ാം മാസം നമ്മൾ നിൽക്കുന്നത്. 9/9-ലാണ് ഈ ആധാർ കൂടെ ഉൾപ്പെടുത്തി വന്നത്. അതുവരെ ആധാർ ഒഴിവാക്കി വെച്ചിരുന്നതാണ്. നമ്മൾ കേസ് പോയപ്പോഴാണ് ആധാർ ഉൾപ്പെടുത്തിയത്. വല്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഭയന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിന് പിന്നിൽ നിരന്തരമായി പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകളെല്ലാം കേട്ടും അതോടൊപ്പം സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പല വീഡിയോകളൊക്കെ കണ്ട് നമ്മുടെ ആളുകൾക്ക്, പ്രത്യേക സ്ത്രീകൾക്കുൾപ്പെടെ വല്ലാതെ ഭയപ്പാടുണ്ടാകുന്നൊരു സന്ദർഭമാണ് ഉള്ളത്. നേരത്തെ സുരക്ഷ അവിടെ സൂചിപ്പിച്ചു, കൊല്ലുള്ള ജമാഅത്ത് നടത്തിയൊരു പരിപാടി. ആ പരിപാടിയിൽ 3 കോളേജ് പ്രൊഫസർമാരുണ്ട്. അതിൽ 2 കോളേജ് പ്രൊഫസർമാരും 3-4 ചോദ്യങ്ങളാണ് എഴുന്നേറ്റ് ചോദിച്ചത്. അവരോട് പറഞ്ഞു കൊടുത്തിട്ട് പോലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നുള്ള 2 കോളേജ് 3 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരും നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അവരുടെ മനസ്സിനെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അവരുടെ അങ്കലാപ്പാണ് അതിന് കാരണമെന്ന്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഭയപ്പാട് വേണ്ട, ജാഗ്രതയാണ് വേണ്ടത്. ശരിക്കും നമുക്ക് ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഇറങ്ങിയതും ഇന്ന് ഇറങ്ങിയതുമായിട്ടുള്ള പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴും നമ്മൾ വളരെയധികം ജാഗരൂകരാവണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഈ ഫോമിൽ തന്നെ 1-ാമത്തെ ചോദ്യം ഇന്ത്യൻ പൗരനാണോ എന്നതാണ് ഫസ്റ്റ് ചോദ്യം. അപ്പോൾ അത് ഏറ്റവും വലിയ ലക്ഷ്യമാണ്. ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം കുറയ്ക്കുക എന്നത് തന്നെയാണ്. അതിനവർ പറയുന്ന ഒരു മാർഗം, ഇരട്ടിപ്പ് വന്ന വോട്ട് മാറ്റണം. മറ്റൊന്ന്, മരിച്ചുപോയവരുടെ വോട്ട് മാറ്റിയെടുക്കണം. ഒറ്റപ്പെട്ടു പോയി താമസിക്കുന്ന ആളുകളുടെ വോട്ട് ചിലയിടത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവാം, അവരെ ഒഴിവാക്കണം. തുടങ്ങിയ കാര്യങ്ങളാണ്
അവർ പറയുന്നത്. അതിന് കാരണമായി പറയുന്നതാണ് ഈ SIR കൊണ്ടുവന്നിരിക്കുന്നതിന് കാരണമായി അവർ പറയുന്നത് ഈ വോട്ടർ പട്ടിക സംശുദ്ധമാക്കണം എന്നതാണ്. അതിന് ഇത്ര തീവ്രമായ ആവശ്യമുണ്ടോ? നമുക്കറിയാം, ആശുപത്രികളിൽ ചിലപ്പോൾ ICU യൂണിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. ഇപ്പം നമ്മളെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാക്കിയിരിക്കുകയാണ്. ഇവിടെ ഇൻറ്റൻസീവായിട്ട് വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയാണ്. എന്തിനാണ് ഇത്ര തിരക്ക് പിടിച്ചത് പരിഷ്കരിക്കുന്നത് നോക്കിയപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് നടത്തി ബീഹാറിൽ. ആ ടെസ്റ്റ് ഡോസ് വിജയിച്ചു എന്ന് അവർ കണ്ടെത്തി. ആ ടെസ്റ്റ് ഡോസിലൂടെ അവിടെയുള്ള 68, ശരിക്കും കണക്ക് 68.5 ലക്ഷം ആളുകളെ വെട്ടിമാറ്റി. ഒരാൾ പോലും പരാതിപ്പെട്ടിട്ടില്ല. ടെസ്റ്റ് ഡോസ് അത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? പിന്നീട് അവരുമായി ബന്ധമില്ലാതെ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2ാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ അവർ വിജയിച്ചു. 2ാം ഘട്ടത്തിൽ ഈ 3 സംസ്ഥാനം, അത് മറ്റാരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ കുറച്ച് സംസ്ഥാനങ്ങളെ കൂട്ടി 12 സംസ്ഥാനങ്ങളാക്കി മാറ്റിയെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കേരളവും പശ്ചിമ ബംഗാളും തമിഴ്നാടും മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇപ്പോൾ. കാരണം എന്താ? ആ 3 സംസ്ഥാനവും ഭരിക്കുന്നത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഭരണം നടത്തുന്നവരല്ലാത്ത 3 കൂട്ടരാണ് ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളിൽ ഈ പരിഷ്കരണത്തിലൂടെ അവരുദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മെ സംബന്ധിച്ചോളം ഇപ്പോൾ ചിലർക്കറിയില്ല, ഇത് 2 തരത്തിലുള്ള വോട്ടർ പട്ടികയുണ്ട്. ഒന്ന് LSTD, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു വോട്ടർ പട്ടിക. അത് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ആ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പട്ടികയാണ്. ആ പട്ടികയായിട്ട് യാതൊരു ബന്ധവും ഈ പട്ടികയ്ക്കില്ല. 2ാമത്തെ പട്ടികയാണ് പാർലമെൻറ്റ്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന പട്ടിക. ആ പട്ടികയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പട്ടികയിൽ തന്നെ നമ്മൾ ഈ നേരത്തെ നമ്മൾ രാജ്യത്തേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാലമാണ്. കടന്നു വന്നവർ ഉടമകളായി, നാം അടിമകളായി. ആ കാലത്തെ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ ആ കാലത്തെ 3ആയിട്ട് ഇങ്ങനെ തിരിക്കും. കോളനി കാലഘട്ടം 1, അത് ബ്രിട്ടീഷുകാരുടെ കോളനി കാലഘട്ടമായിരുന്നു. അവർ കോളനിയായി നമ്മുടെ രാജ്യത്തെ മാറ്റി ഇവിടെയുള്ള സമ്പത്ത് മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്തവർ. ആ കൊളോണിയൽ കാലം 1. ആ കാലത്തിന് തൊട്ട് മുമ്പുള്ള പ്രീ കൊളോണിയൽ കാലം, അത് കഴിഞ്ഞ് ആ കാലത്തിന് ശേഷം വന്ന പോസ്റ്റ് കൊളോണിയൽ ഏജ്. അങ്ങനെ 3 ഏജുകളാണ്. പോസ്റ്റ് കൊളോണിയൽ ഏജാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കൊളോണിയൽ ഏജ്, പ്രീ കൊളോണിയൽ ഏജ് ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഏജ്. അങ്ങനെ 3 ഘട്ടമായി തിരിക്കുന്നത് പോലെ ഇവിടെയും 3 ഘട്ടമായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ കാണിച്ചതുപോലുള്ള മറ്റൊരു നയം തന്നെയാണിത്. 1/7/1987 മുമ്പ് ജനിച്ചവർ ഒരു ഏജ്, പ്രീ കൊളോണിയൽ ഏജ് പോലുള്ളൊരു ഏജ്, ആ ഏജാണ് ആദ്യം വെച്ചിരിക്കുന്നത്. 2, 1/7/87 മുതൽ 2/12/2004 വരെയുള്ള ഒരു ഘട്ടം. 3ാമത്തെ ഘട്ടം 2004 ശേഷം ജനിച്ച 1/12/2024 ശേഷം ജനിച്ചവരുടെ മറ്റൊരു ഏജ്. അങ്ങനെ 3 ഏജ് ഗ്രൂപ്പായിട്ട്. അതിൽ ആദ്യത്തെ നമ്മൾ നോക്കിയാൽ 1/7/87 മുതൽ അതിന് മുമ്പ് ജനിച്ചവർ, ഇപ്പോൾ അവർക്ക് 38 വയസ്സും. ഇന്നത്തെ വയസ്സാണ് ഞാൻ പറയുന്നത്, ഇന്ന് കണക്കൂട്ടിയ വയസ്സാണ് ഞാൻ. അത് 1/7/87 മുമ്പ് ജനിച്ചവർക്കുള്ള വയസ്സ് 38 വയസ്സും 4 മാസവും 8 ദിവസവും കാണും. ഇന്ന് രാവിലെ വരെയുള്ള ഡേറ്റാണത്. അവർക്ക് 38 വയസ്സ് കാണും. അത് 1/7/87 മുമ്പ് ജനിച്ചവർ. ഇനി 2/12/24 ശേഷം ജനിച്ചവർ, 2024 2/12/2004 ശേഷം ജനിച്ചവർ, അതായത് നമ്മളെല്ലാം അതിൽ പെടുന്നവരാണ്. അത് ആദ്യം പറഞ്ഞവരതിനകത്ത് നമ്മൾ പെടുന്നുണ്ട്. ഇതിനകത്ത് 20 വയസ്സും 11 മാസവും 7 ദിവസമാവും, ഇന്ന് വരെ ആവും. 2004 ജനിച്ചവർ അതിനുശേഷം ഉള്ളവരാണ്. എന്നാൽ ഇവിടെ ബാധിക്കാൻ പോകുന്നത് ഇത് 2 ഇടയ്ക്കുള്ള 1/7/87 മുതൽ 2/12/2004 വരെയുള്ള
17 വയസ്സും 5 മാസവും 1 ദിവസവും തികയുന്ന അവരെയാണ് ഇത് ആദ്യം ബാധിക്കാൻ പോകുന്നത്. ഞാൻ ആ 3 ഏജുകൾ പറഞ്ഞു, 3 ഏജ് ബാറിൽ നിൽക്കുന്നവർ പറഞ്ഞു. ഇവിടെ അടിസ്ഥാനമായി അവരെടുത്തിരിക്കുന്നത്, നമുക്കറിയാം 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അന്ന് ഒരു ജനപ്രാതിനിധ്യ നിയമം ആ റിപ്പബ്ലിക്കിലൂടെ പുറത്തു വന്നു. ജനപ്രാതിനിധ്യ നിയമം, ജനത്തിന് പ്രാതിനിധ്യമുണ്ട്, ജനമാണ് ഏറ്റവും വലുത്. അതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശില. ആ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളിനെ നമ്മൾ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ ആളാണ് പിന്നെ ജനസഭയിൽ പോയിരിക്കുന്നത്, അഥവാ അസംബ്ലിയിലും പാർലമെൻറ്റിലും പോയിരിക്കുന്നത്. അവരവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതം, അവർക്ക് സഞ്ചരിക്കാനുള്ള വഴികൾ, അവർക്കുള്ള ആവശ്യമുള്ള സൗകര്യങ്ങൾ, അതിനുവേണ്ടി അവർ സംസാരിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. എന്നാൽ ഈ തീരുമാനം എടുക്കുന്നതെല്ലാം നടപ്പിലാക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്, അത് എക്സിക്യൂട്ടീവുകളാണ്. അത് നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ശിലയാണ്, ഒരു തൂണാണ്. ആ എക്സിക്യൂട്ടീവുകൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളും ജനങ്ങൾ തെറ്റ് ചെയ്താലും, ജനപ്രതിനിധികൾ തെറ്റ് ചെയ്താലും, എക്സിക്യൂട്ടീവുകൾ തെറ്റ് ചെയ്താലും നോക്കിയിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ജുഡീഷ്യറി. അവരുടെ ജോലി എന്താ? ഇവരാര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയും ആവശ്യമായ ശിക്ഷ നൽകുകയും ചെയ്യണം. ഇപ്പം എല്ലാവർക്കും അതിന് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ഇതൊരു പുതിയ ശില കൂടെ വന്നിട്ടുണ്ട്, നമുക്കറിയാം, മീഡിയയാണ്. ഇന്ന് വാർത്താ മാധ്യമങ്ങൾ ഒരു വലിയ കാര്യമാണ്, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായി മാറിയിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ ഈ വിവക്ഷയൊക്കെ വരുന്ന കാലത്ത് ഈ 4 തൂണുകളെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്ന് 5 തൂണുകളായി മാറി എന്നേ ഉള്ളൂ. അപ്പോൾ ഇവയ്ക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കരുത്, ഇതൊക്കെ പറയുമ്പോൾ വേറെ മേഖലയിലേക്ക് പോകും, അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് 2002 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ 8 തവണ നമ്മുടെ ഈ വോട്ടർ പട്ടിക പരിഷ്കരിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. ശരിയാണ്, അത് സമ്പൂർണ്ണമായിട്ടൊന്നും അല്ല. അത് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സമ്പൂർണ്ണമായിട്ടൊന്നും പരിഷ്കരിച്ചിട്ടില്ല. എങ്കിലും ഒരു പരിഷ്കരണം നടന്ന് 8 തവണ പരിഷ്കരിച്ചു. അതിലേറ്റവും അവസാനം വന്നത് 2002 മുതൽ 4 വരെയുള്ള കാലഘട്ടത്തിലെ പരിഷ്കരണമാണ്. 2002 മുതൽ 2004 വരെയുള്ള അത്ര 2 വർഷക്കാലത്തിനിടയിൽ ആ പരിഷ്കരണം പൂർത്തിയാക്കി. അതാണ് അടിസ്ഥാനപരമായ പട്ടികയായി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ? ആ പട്ടികയിൽ പേരുണ്ടോ? നമ്മൾ അടിസ്ഥാനപരമായി അന്ന് വോട്ടർമാരാണ്. അന്ന് ജീവിച്ചിരിക്കുന്ന കുറേ പേര് കാണും, ജീവിച്ചിരിക്കാത്തവർ കാണും, പിന്നെ ഇരട്ടിപ്പുള്ളവർ കാണും. അതെല്ലാം മാറ്റുക എന്നുള്ളതാണ് അവർ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. പക്ഷേ അതിനിടയിൽ പല ഗൂഢമായ ചിന്തകളും അവർക്കുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ 2002 നമ്മൾ പട്ടികയിലുണ്ടോ? നമ്മുടെ വീട്ടിലേക്ക് ഇന്യൂമറേറ്റർമാർ കടന്നു വരുന്നുണ്ട്. അവർ ഒരു ഫോം കൊണ്ടുവരുന്നുണ്ട്. ആ ഫോമിനകത്ത് ഫോട്ടോ ഒട്ടിച്ചൊരു ഫോമാണ്. ആ ഫോട്ടോ ഒട്ടിച്ച ഫോമിനകത്ത് ആരുടെയൊക്കെ ഫോട്ടോ ഒട്ടിച്ച് വരുന്ന ഫോമാണ് നമ്മുടെ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചുപേരെങ്കിലും കണ്ടു കാണും. ഒന്ന്, 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ ഫോട്ടോ ഒട്ടിച്ച ആ പട്ടികയിലെ ഡീറ്റെയിലുകൾ പറയുന്ന ഫോമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ആ ഫോമാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. രണ്ടാമത് അതിനോടൊപ്പം 2024 വരെയുള്ള കാലഘട്ടത്തിൽ നാം ഉപയോഗിച്ച് പാർലമെൻറ്റിലെയും അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നമ്മൾ ഉപയോഗിച്ച പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരുടെയും കൂടെ ഫോട്ടോ വെച്ച ഫോം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന 2 കൂട്ടരുടെ ഫോമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. എന്നാൽ ഫോം നമ്പർ 6 എന്ന പുതിയൊരു ഫോം അവരിറക്കിയിട്ടുണ്ട്. ഇത് പ്രഖ്യാപന ദിവസം 3-ാം തീയതി 2-ാം തീയതി പ്രഖ്യാപിച്ച സമയത്ത് ഒന്നും പറഞ്ഞില്ല, അത് പിന്നാലെ വരും എന്ന് പറഞ്ഞു. അത് ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ മലയാള കോപ്പിയോടെ കൊണ്ടുവന്നു. ഇംഗ്ലീഷ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്, മലയാള കോപ്പി അദ്ദേഹം ഇപ്പോൾ എനിക്ക് തന്നു. അത് ഫോം നമ്പർ 6 ആണ്. അത് ആർക്കുള്ളതാ? ഈ 2 പട്ടികയിലും പെടാതെ പുതിയ വോട്ടർമാരായി ചേർക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ഫോമാണ്. ഞാൻ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റൈലിലാണ് പഠിപ്പിക്കുന്നത്, വേറെ ഒന്നും തെറ്റിദ്ധരിക്കും, പ്രസംഗ ജീവിതത്തിലല്ല. അപ്പം ഒന്നാമത് നമ്മളെ കൊണ്ടുതരുന്ന ഫോം എന്ന് പറയുന്നത് 2002 2024 വരെയുള്ള കാലഘട്ടത്തിൽ ആ പട്ടികയിൽ പേരുള്ളവരുടെ ഫോട്ടോ ഒട്ടിച്ച 2002 ആ ഫോട്ടോ ഒട്ടിച്ച ആ അതെന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയുടെ, വാപ്പയുടെ, ഉപ്പുപ്പായുടെ, ഉമ്മുമ്മയുടെ പേരുകളാണ് അതിലുള്ളത്. 38 വയസ്സിൽ കൂടുതലുള്ള നമ്മുടെ പേരും അതിനകത്തുണ്ട്, നമ്മുടെയൊക്കെ പേര് അതിനകത്തുണ്ട്. നമ്മൾ 2000 കൊണ്ടുപോയി ഇതിനകത്ത് ഭൂരിപക്ഷം അങ്ങനെയാണ്. ചെറുപ്പക്കാരായ കുറച്ച് പേർക്ക് മാത്രമേ അത് ഉണ്ടാവില്ല. അപ്പം വോട്ടില്ലാത്തവരെ ചേർക്കുന്നതിന് വേണ്ടി 6ാമത്തെ നമ്പർ ഫോം നമ്പർ 6 എന്ന് പറഞ്ഞൊരു ഫോം പുതുതായിട്ട് ഇറക്കി കഴിഞ്ഞു. ഇന്നലെയാണത് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ
ഒരു ഡിക്ലറേഷൻ ഫോമും കൂടെ വന്നിട്ടുണ്ട്, സത്യപ്രസ്താവന. ഒരു ഡിക്ലറേഷൻ ഫോം കൂടെ അതിൻ്റെ വന്നു. ഇത് രണ്ടുമാണ് പുതുതായി ചേർക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രണ്ട് കാര്യം. നമ്മുടെ വീട്ടിലേക്ക് ഇന്യൂമറേറ്റർമാർ കടന്നു വരും. ഇന്യൂമറേറ്റർമാരെ സംബന്ധിച്ച് നേരത്തെ എൻ്റെ സ്നേഹിതൻ സുനിഷ അവിടെ സൂചിപ്പിച്ചു, BLOമാരെ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ക്ലാസ് കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ഒരു ദിവസം വൈകുന്നേരം ഒരു ഓൺലൈനായിട്ടൊരു ക്ലാസ് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെ. ഒന്ന് ആലോചിച്ചോക്കെ. ഇനിമറേഷൻ ഫാറം പൂരിപ്പിക്കാൻ ഒരു BLO നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. സഹായിക്കാൻ അവർക്ക് അറിയണ്ടേ? ഇന്നലെ രാത്രി 10 മണിക്ക് എൻ്റെ വീട്ടടുത്തുള്ള ഒരു റഷീദ് സാഹിബ് എന്ന് പറഞ്ഞത് നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം മക്കളെല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്. അദ്ദേഹം വന്നിരിക്കുകയാണ്, എൻ്റെ വീട് വരുന്നു പറയണം, വന്നേ പറ്റൂ, ഭയങ്കര വിഷമമാണ്. 8 പേരുടെ 16 ഫോം എടുത്ത് വെച്ചിട്ട് എനിക്കൊന്ന് പൂരിപ്പിച്ചിടണമെന്ന്. ഞാൻ ഇരുന്നു, രാത്രി വരെ ഇരുന്നു, ഞാൻ പൂരിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ ഫോം പൂരിപ്പിക്കാൻ കൊണ്ടുവന്ന ഇനിമറേറ്ററെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇല്ലേ മജീദാക്കട മോനാണേ. അപ്പോൾ എനിക്ക് നന്നായി അറിയാം, ആ കുട്ടി ഞാൻ പഠിപ്പിച്ചതാ. അവനത് കൊടുത്തിട്ട് വീട്ടിൽ കൊടുത്ത് 8 16 ഫോം കൊടുത്തിട്ട് പൂരിപ്പിച്ച് വെച്ചത് പറഞ്ഞാൽ അവനങ്ങ് പോയി. എല്ലാ വീടും അവൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉത്തരവാദിത്തം അവരിത് കാണിക്കുന്നുള്ളൂ. ഇനി ചില വീടുകളിൽ ചെല്ലുന്നു, അവിടെ അടച്ചിട്ടിരിക്കുകയാണ്, അവരെന്ത് ചെയ്യും? ജനൽ വല്ലതും തുറന്ന് കിടപ്പുണ്ടോ നോക്കും, അതിലേക്ക് ഉടങ്ങിടും. ഒരുപക്ഷെ ആ മുറി നമ്മൾ വലുതായിട്ടൊന്നും എടുക്കുന്ന മുറി ആയിരിക്കണമെന്നില്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ ജനൽ തുറന്നിട്ടിരിക്കുന്നത്. അവിടെ നമ്മൾ വലുതായിട്ടൊന്നും എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങളെല്ലാം വാരിയിട്ടിരിക്കുന്ന മുറിയായിരിക്കും. ആ മുറിയുടെ ജനൽ ചിലപ്പോൾ അല്പം തുറന്നിട്ടേക്കണം, അതിനകത്ത് അകത്തിട്ടിട്ട് പോകും, നമ്മൾ പോലും അറിയില്ല. ഇനിമറേഷൻ തന്നു, അവൻ രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് പറയുന്നത് ജാഗ്രത വേണം. നേരത്തെ ഇവിടെ ആരും സൂചിപ്പിച്ചു, വീട് വിട്ട് പുറത്ത് പോകുന്നവർ ഫോൺ നമ്പർ എഴുതി വയ്ക്കണം, എഴുതി ഒട്ടിക്കണം. അതിലൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു 3 കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എഴുതി വയ്ക്കണം. ഒരു പേപ്പർ എടുത്ത് ആദ്യം എൻ്റെ ഭാര്യയുടെ, എൻ്റെ മൂത്ത മകൻ, എൻ്റെ മൂത്ത മകൾ, എൻ്റെ ഇളയ മകൾ, ഓരോരുത്തരുടെയും ഒരു ലിസ്റ്റ്. എല്ലാ സഹോദരന്മാരും ഇവിടെ ഇരിക്കുന്ന എല്ലാ എന്നെക്കാൾ പ്രായമെത്തിയുള്ളവർ, എൻ്റെ പ്രായമുള്ളവരും ഉണ്ട് ഇതിനകത്ത്. എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിർബന്ധമായി എഴുതി വെക്കണം. 1, ഡേറ്റ് ഓഫ് ബർത്ത്. 2, കറക്റ്റായിട്ടുള്ള പേര്. ഇപ്പം ഷമീം BV എന്ന് പേരുണ്ട്, ഷമീം എന്ന് മാത്രമേ ലിസ്റ്റിൽ കാണൂ, ഷമീം BV ഉണ്ട്. അത് തിരുത്താനുള്ള അവസരമാണിത്. അതിന് രേഖ നമ്മൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു രേഖയ്ക്കകത്ത് ഷമീം BV എന്ന് കറക്റ്റായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കണം. പണ്ടൊക്കെ നമ്മൾ ചേർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിച്ച മാസം ഏതാ? മെയ് മാസമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിക്കുന്ന മാസം മെയ് മാസം. ഏതൊരു സ്കൂളിൽ അധ്യാപകർ ചേർക്കുമ്പോഴും മെയ് മാസമാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വയ്ക്കുന്നത്. എന്താ കാര്യം? മെയ് കഴിഞ്ഞ് തൊട്ടടുത്ത് ജൂൺ മാസം സ്കൂളിൽ ചേർക്കാൻ 5 വയസ്സ് തികയണം, അതിന് മെയ് മാസം വയ്ക്കും. ജൂൺ മാസം സ്കൂളിൽ ചേരുമ്പോൾ 5 വയസ്സ് തികഞ്ഞു. അത് കാണിക്കാൻ വേണ്ടി എല്ലാവരും മെയ് മാസം വയ്ക്കും. നമുക്ക് അത്ഭുതപ്പെടുത്തുന്നൊരു കണക്കാത്. അതൊക്കെ മുമ്പ് രസകരമായി പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മെയ് മാസത്തിലെ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഏതായാലും നമ്മുടെയുള്ള കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വയ്ക്കണം. അപ്പോൾ 1 പേര്, 2 ഡേറ്റ് ഓഫ് ബർത്ത്, 3 നമ്മുടെ ആധാർ നമ്പർ, എല്ലാവരുടെയും ആധാർ നമ്പർ എഴുതി വയ്ക്കണം. 4 മൊബൈൽ ഫോൺ നമ്പർ, ഇത് 4 എഴുതി വയ്ക്കണം. മക്കൾക്ക് പ്രത്യേക ഫോൺ ഉണ്ടെങ്കിൽ പ്രത്യേകം എഴുതിക്കോളൂ, അല്ലെങ്കിൽ വാപ്പയുടെ പേര് എഴുതിയാൽ മതി. ഈ സാധനം കൈ വെച്ചുകൊണ്ട് വേണം നമ്മൾ എഴുതി തുടങ്ങേണ്ടത്. അവർ കൊണ്ടുവരുന്ന പട്ടികയിൽ നമ്മുടെ പേരുണ്ട്. ആ പേരിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ പേര് താഴെ എഴുതുന്നതിനകത്ത് നമുക്ക് മാറ്റി എഴുതാം. അത് ഞാൻ പിന്നീട് പറയാം. ആ ഫോം കാണിച്ചുകൊണ്ട് പറയാം. എവിടെയാണ് ഫോം? ഇതാ കാണിച്ചു. ആദ്യം ഇത് ഇങ്ങനെ ഫോമാണ് നമ്മുടെ ഈ തരുന്നത്. ഒക്കുമെങ്കിൽ എല്ലാവരുടെയും എടുത്തില്ലെങ്കിൽ ഒരു 3-4 പേരുടെയെങ്കിലും ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ട് ആ ഫോട്ടോ കോപ്പിയിൽ ആദ്യം പൂരിപ്പിച്ചിട്ട് തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അതിൻ്റെ ഫെയർ കോപ്പി എഴുതാൻ നോക്കണം. ആദ്യം റഫ് കോപ്പി ഉണ്ടാക്കണം. അതിന് നമ്മുടെ കയ്യിൽ കൊണ്ട് തരുന്ന ഫോം ഇതാണ്. അതിനകത്ത് വോട്ടറുടെ പേര് ഇവിടെ ഉണ്ട്, നമ്മുടെ പേര് അവിടെ ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്. എപ്പിക് നമ്പർ പറഞ്ഞാൽ 10 അക്ക നമ്പറാണ്. അത് നമ്മുടെ ID കാർഡിനകത്ത് കാണുന്ന നമ്പറാണ്. വോട്ടർ ID കാർഡിനകത്ത് ഏറ്റവും മുകളിൽ കാണുന്ന, വലതുവശത്തായിട്ട് കാണുന്ന WC എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ആ നമ്പറാണ്. അതാണ് ഇവിടെ. എന്നിട്ട് അഡ്രസ്, വിലാസം, നമ്മുടെ വീട്ടുപേരെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഏത് ഭാഗത്താണ്, ഏത് ഭാഗത്തെ വോട്ടർ, പോലീസ് സ്റ്റേഷനുള്ളതാണ് നമുക്ക് അതിനകത്തുണ്ട്. അവിടെ ഉണ്ട്. എവിടെയാണ്, ഏത് സ്കൂളാണ്, എത്രാമത്തെ ബൂത്ത്, ഇതെല്ലാം അവിടെ ഉണ്ട്. ഈ കാര്യം ഇത്രയും 2002 ഉള്ള വോട്ടർ പട്ടികയിലേതും 2004 വരെ നമ്മുടെ കയ്യിലുള്ള ഇപ്പം നിലവിലുള്ള വോട്ടർ പട്ടികയിലെയും ഉള്ള പേരുകൾ മാത്രമേ തരത്തുള്ളൂ. അവർക്ക് മാത്രമേ ഇത് കിട്ടും.
അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോമിൽ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. നമ്മുടെ പേരിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ആ തെറ്റ് തിരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞത് ബി വി ഇല്ലെങ്കിൽ ബി വി ചേർക്കാം, എന്താണ് ചേർക്കാം, അതിവിടെ ചേർക്കാൻ നമുക്ക് പറ്റണം. ഇവിടെ ചോദിക്കുന്ന 1 ജനനത്തീയതിയാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് വേണം, അത് നമ്മൾ എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് 2 അത് ആധാർ നമ്പർ ഒന്നുകൂടെ ഇതൊന്ന് കറക്കി ഒന്ന് ക്ലിയർ ചെയ്ത്. ജനനത്തീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്തായിരുന്നു? ഫോൺ നമ്പർ. അപ്പോൾ ജനനത്തീയതി, ആധാർ നമ്പർ, ഫോൺ നമ്പർ, അതോടൊപ്പം നമ്മുടെ പേര് കൃത്യമായി പേരും എഴുതി വെക്കണം, മാറിപ്പോരുത്. മക്കളുടെ പേര് എല്ലാം എഴുതി, അവരുടെ മൊബൈൽ ഫോൺ, അവരുടെ ആധാർ നമ്പർ അങ്ങനെ എഴുതി ഒരു ഷീറ്റ് ഉണ്ടാക്കി വെക്കണം. നമ്മളെല്ലാവരും ചെയ്യണം. എന്താ ചെയ്യുമോ? നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും നമ്മുടെ കുട്ടി ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടി മതി, അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നീ ആദ്യം എൻ്റെ പാപ്പയുടെ പേര് എഴുതു മോനെ, പാപ്പയുടെ പേര് എഴുതി, അതിനുശേഷം നമ്മൾ ആധാർ എടുത്ത് കൊടുത്ത് ആധാർ നമ്പർ കൃത്യമായി എഴുതി, വലിയ അക്കത്തിൽ കാണുന്ന ആധാർ നമ്പർ എഴുതിക്കണം, മൊബൈൽ നമ്പർ എഴുതിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് ആധാറിലുണ്ട്, പക്ഷേ ആധാറിലെ വോട്ട് പലരുടെയും ആധാർ കാർഡിനകത്ത് വെറും വർഷം മാത്രമേ കാണൂ. നിങ്ങളുടെ പലരുടെയും അങ്ങനെ ആയിരിക്കും. ആധാർ കാർഡ് വെറും വർഷം 1953 എന്ന് മാത്രം കാണും, അല്ലെ 57 എന്ന് പറഞ്ഞ് മാത്രം കാണും, ഡേറ്റ് കാണത്തില്ല. അതുകൊണ്ട് കൃത്യമായി ഡേറ്റ് തെളിയിക്കുന്ന മറ്റ് രേഖ നമ്മുടെ ഉണ്ടെങ്കിൽ ആ രേഖ വെച്ച് കൃത്യമായി ആ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വയ്ക്കണം. ഇത്രയും നിങ്ങൾ താഴെ ഓരോരുത്തരുടെ പേരനുസരിച്ച് എഴുതി വെച്ച് വേണം നിങ്ങൾ വീട്ടിൽ അവരെ കാത്തിരിക്കാൻ. ഇപ്പം BLO നമ്മൾ കാത്തിരിക്കണം. BLO വരുന്നില്ലയോ? BLO കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. എൻ്റെ BLO ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. ഇതിനകത്ത് തന്നെ മാർഗമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഈ വെബ്സൈറ്റിനകത്ത് കയറി അറിയാവുന്ന നമ്മുടെ കുട്ടികൾ മതി, 10ാം ക്ലാസ് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മതി. ആ കുട്ടികൾ തീർച്ചയായിട്ടും അത് എടുത്തിട്ട് BLOമാരുടെ ലിസ്റ്റ് അത് ചോദിച്ചു കഴിഞ്ഞാൽ BLOയുടെ ലിസ്റ്റ് വരും. ഏത് ജില്ല, ഏത് അസംബ്ലി മണ്ഡലം, ഇത് രണ്ടും കൊടുത്തു കഴിയുമ്പോൾ ആ അസംബ്ലി മണ്ഡലത്തിൽ ഏത് ബൂത്ത് എന്ന് ചോദിക്കും. ആ ബൂത്ത് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരും നമ്പർ നമുക്ക് കിട്ടും. വന്നില്ലെങ്കിൽ വിളിക്കണം. അടുത്ത ആഴ്ച മുതൽ വിളിച്ചു തുടങ്ങണം. നിങ്ങൾ എന്താ എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ, വിളിച്ചു തുടങ്ങണം. അയാൾ അതും കൊണ്ടുവരും. അപ്പം നമ്മൾ ജാഗരൂകരാണെന്ന് അയാൾക്കൊരു ബോധ്യം വേണം. ചിലപ്പോൾ അയാൾ പറയും, ഞാനവിടെ കഴിഞ്ഞ ദിവസം വന്ന് ഇട്ടിട്ട് പോയല്ലോ, കിട്ടിയില്ലേ നിങ്ങൾക്ക്? അപ്പോഴേക്കും നമ്മളറിയുന്നത് നമ്മുടെ വീട്ടിനകത്ത് ഈ ഫോം കെട്ടായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാനകത്ത് ഇട്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്ന അപ്പോഴായിരിക്കും. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ട് കൃത്യമായി അവരെ വിളിക്കണം. നമ്മുടെ BLO ആണ് നമുക്ക് നമ്മുടെ പിന്നെ ഈ രാജ്യത്ത് ജനിച്ചതിന് രേഖ ഉണ്ടാക്കാൻ പോകുന്ന നിസ്സാരമായ ഒരു BLOക്കാണ് അവസരം കൊടുത്തിരിക്കുന്നത്. അയാൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, ഇതിനു വേണ്ടി ഒരു ട്യൂട്ടോറിയലും കൊടുത്തിട്ടില്ല. കൊടുക്കാതാണ് അയാൾക്ക് ഈ ഫോം കൊടുത്ത് അയാളെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അയാളെ നമ്മൾ കാണുക, അയാളായിട്ട് നല്ല ബന്ധത്തിൽ, ആരും നമ്മൾ വരട്ടും പറയുകയൊന്നും വേണ്ട, അവരെ കുറ്റമല്ലല്ലോ ഇതൊന്നും. അപ്പോൾ തീർച്ചയായിട്ടും അത് എടുക്കുക. അത് കഴിഞ്ഞ് ഈ ഫോം ഇതിപ്പോൾ മേളത്തെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുണ്ട്. ഇനി ഈ ഇടതുവശത്ത് അത് വളരെ ശ്രദ്ധിക്കണം. എന്നെടുത്തോ ചെറുമല്ലോടത്ത് ഈ ഭാഗത്ത് ഈ വിവരങ്ങൾ എഴുതാനുള്ള കോളമുണ്ട്. ജനനത്തീയതി, ആധാർ നമ്പർ, അത്ര ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ മാതാവിൻ്റെ പേര് പിതാവിൻ്റെ പേരും എഴുതണം. എന്നാൽ അവരുടെ എപ്പിക് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അത് നിർബന്ധമല്ല, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അത് പ്രശ്നമല്ല. അപ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരും ഈ ഡീറ്റെയിലും എഴുതി മക്കളെ കൊണ്ട് എഴുതി ഒരു പേപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കണം. എന്നിട്ട് ഈ ഇടതുവശത്ത് അല്പം കൂടെ ഈ വോട്ടർ 2002 ആള് 2002 വോട്ടുള്ളവർക്ക് മാത്രമാണ് ഈ രണ്ടാമത്തെ പാർട്ടിലെ ഇടതുവശം ഉള്ളത്. 2002 പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരുടെ വിവരം എഴുതാനാണ്. അവർക്ക് മാത്രമുള്ളൊരു കോളം. അതെന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ആ ഫോം മാത്രമായിട്ട് പിന്നിട്ട് തരാം. ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വോട്ടറുടെ പേര്. ഏതാ പേര്? മോളിൽ നമ്മുടെ പേര് അച്ചടിച്ച് തന്നിരിക്കുന്ന ആ പേര് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. അവിടെ ഏതെങ്കിലും അക്ഷരത്തെറ്റുകളോ ഏതെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അതിവിടെ ചേർക്കുക. നസറുദ്ദീൻ എന്നുള്ളത് നാസറുദ്ദീൻ എന്നാണ് വേണ്ടത്. നസറുദ്ദീൻ എന്ന് അടിച്ചിട്ടുള്ളൂ. അവിടെ ഒരു ദീർഘം കൂടെ കൊടുത്ത് നാസറുദ്ദീൻ എന്ന് എഴുതാം. അത് കഴിഞ്ഞ് എപ്പിക് നമ്പർ അത് മേളിലുണ്ട്. നമ്മുടെ എപ്പിക് നമ്പർ മേളിലുണ്ട്. നമ്മുടെ ID കാർഡിലുള്ള എപ്പിക് നമ്പർ കറക്റ്റ് ആണെങ്കിൽ ആ എപ്പിക് നമ്പർ ഒന്ന് നോക്കിയിട്ട് എഴുതുക. ബന്ധുവിൻ്റെ പേര് അവിടെ ഇപ്പോൾ ഒരു പ്രത്യേകത, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യമാണ്.
ബന്ധുവിൻ്റെ പേര് വാപ്പയുടെയോ ഉമ്മയുടെയോ ഉമ്മാടെ വാപ്പയുടെയോ വാപ്പാടെ വാപ്പയുടെയോ ഉമ്മാടെയോ ഒക്കെയുള്ള പേരുകൾ എഴുതാം. ഇനി വേണമെങ്കിൽ അവിടെയുള്ള മുതിർന്ന ഒരു അംഗത്തിൻ്റെ വേണമെങ്കിൽ എഴുതാം എന്നാണ് ഇതുവരെ കൊടുത്ത നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ ഇന്നിറങ്ങിയ പത്രത്തിനകത്ത് കൊടുത്തിരിക്കുന്നു, ഒരു BL ഇട്ട് കൊടുത്തതാണ് അദ്ദേഹത്തിന്, ആ സഹോദരൻ ഇട്ട് കൊടുത്തതാണ്. എന്താ പേര്? നിസാർ സാഹിബിന് ആ BL ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് വാപ്പ ഉമ്മ ഉപ്പുപ്പ ഉമ്മ ഈ 4 പേരെ ആവാമെന്ന്. അവർക്ക് 4 പേരുടെയെങ്കിലും ആരുടെയെങ്കിലും ഒരാളുടെ പേര് അവിടെ വെക്കേണ്ടത് എന്തായാലും ഉണ്ടാവുമല്ലോ. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ നോക്കിയിട്ട് അത്ര പ്രശ്നമില്ല. കാര്യം അതെന്തായാലും നമുക്ക് വാപ്പായും ഉമ്മയും വാപ്പാടെ വാപ്പായും ഉമ്മയുടെ വാപ്പയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പേരിൽ പട്ടികയിലുണ്ടാവും. ആ പട്ടികയിൽ അവരുടെ ബന്ധുവിൻ്റെ പേര് അവിടെ വെക്കണം. ജില്ലാ സംസ്ഥാനം വേറെ ഒന്നും പ്രശ്നമില്ല. ബാക്കി ആ ഫാം തീർന്നു. ഇനി 2002 വോട്ടർ പട്ടികയിലല്ല പേര്, 2024 വോട്ടർ പട്ടികയിലാണ് പേര് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇത് തരുന്നതെങ്കിൽ ഇത് രണ്ടാമത്തെ ഇതിനകത്ത് എഴുതുകയും അവിടെയും ഇതുപോലെ ബന്ധുവിൻ്റെ പേര് വയ്ക്കുകയും വേണം. അവിടെ ഞാനൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു. ആ ബന്ധുവിൻ വോട്ടർ പട്ടികയിലെ ബന്ധുവിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ അവിടെയും വെക്കണം. മാറ്റി എഴുതണ്ട, അത് തന്നെ എഴുതണം. അതിനകത്ത് ചെറിയൊരു അബദ്ധം കിടപ്പുണ്ടെന്നുള്ളത് ഞാൻ ഊഹിച്ചിട്ടാണ് പറയുന്നത്. ആ പേര് തന്നെ എഴുതണം. അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. നമ്മുടെ വാപ്പയുടെ ഉമ്മയുടെ പേര് നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ അതുപോലെ എഴുതുന്നു. ഇല്ല, വേണ്ട. മാതാവിൻ്റെ പിതാവിൻ്റെ പേര് നമ്മൾ ബന്ധുവെന്ന് വെച്ചിരിക്കുന്നത് എന്താ? ചിലരെ ദത്തെടുത്ത് വളർത്തുന്നവരുണ്ടാവും. ചിലപ്പം പിന്നെ ആങ്ങളുടെ വീട്ടിൽ നിന്ന് സഹോദരി നേരത്തെ അസുഖക്കാരിയാണ്, അതുകൊണ്ട് ആങ്ങളുടെ വീട്ടിൽ നിന്ന് വളർന്നത്, ചിലപ്പോൾ അവരുടെ പേരിൻ്റെ കൂടെ ആയിരിക്കും അത് കിടക്കുന്നത്. അങ്ങനെയൊക്കെ വരുന്നത് മാത്രമേ ഉള്ള പ്രശ്നം. അടുത്ത് അത് കഴിഞ്ഞ് 2 കാര്യം കൂടെ പറയാനുണ്ട്. അല്ല, ഞാൻ എത്ര സമയം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അടുത്ത ക്ലാസ്സുള്ളൂ. എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഞങ്ങളോടൊപ്പം ചിലവഴിക്കാം. സംശയങ്ങൾ നമുക്ക് ദീർഘിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് പോവുള്ളൂ. നോക്കൂ, ഈ ഫാമിനകത്ത് നമ്മുടെ ഡീറ്റെയിലുകൾ മൊത്തം എഴുതി കഴിഞ്ഞ് ഭാഗം ക്രമ നമ്പരൊക്കെ എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്ലീസ്, മുകളിൽ കെടുത്തിരിക്കുന്ന ഒരു ക്രമ നമ്പറുണ്ട്, ഭാഗം നമ്പറുണ്ട്. ഏറ്റവും മുകളിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത് അതിൽ ചിലപ്പോൾ 16 ആണെങ്കിൽ എൻ്റെത് അങ്ങനെയായിരുന്നു. എൻ്റെത് 16 പ്രിൻ്റ് ചെയ്ത് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് കിടക്കുന്നത് 26-ാമത്തായിട്ടാണ് നമ്പർ. 10 പേരോട് അധികം കയറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ 2 നമ്പരായിരിക്കുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതിൽ യാതൊരു തെറ്റുമില്ല. ഇനി ഈ ഫാം, ഫോട്ടോ വെച്ച ഫാം നമ്മുടെ ഈ 2 എണ്ണമാണ് നമുക്ക് തരുന്നത്. 2 ഫാം തരും. അതിൽ ഒരു ഫാം യഥാർത്ഥ റെസീപ്റ്റാണ്. നമ്മളിപ്പോൾ സർക്കാർ ദിവസന്മാർ ഒരുപാടുണ്ട്, എനിക്കറിയാം, ഒരുപാട് പേരുണ്ട്. നമ്മളെല്ലാം ചെയ്യുന്നത് എന്താ? നമ്മുടെ മുമ്പിലേക്ക് ഒരു സാധനം കൊണ്ട് തന്നാൽ, നമ്മുടെ ഓഫീസിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് ഒരു കാര്യം, ഒരു അപേക്ഷ കൊണ്ട് തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ടാ പറയും. ഫോട്ടോസ്റ്റാറ്റ് എടുത്തോളൂ. എന്നിട്ട് നമ്മളെന്ത് ആ അപേക്ഷ വാങ്ങിച്ച് വെച്ചിട്ട് ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ സ്വീകരിച്ചെന്ന് എഴുതി തിരിച്ചു കൊടുക്കും. അതേപോലെ ഈ വോട്ടർ പട്ടികയിൽ 2 ഫാം തരുന്നുണ്ട്. അതിൽ ഒരു ഫാം പൂരിപ്പിച്ച് നമ്മൾക്കുള്ളതും ഒരു ഫാം BLOക്ക് കൊണ്ടുപോകാനുള്ളതുമാണ്. എന്നാൽ 2 ഫാമിനകത്തും നമ്മൾ ഒപ്പിട്ടിരിക്കണം. 2 ഫാമിൻ്റെ അടിയിൽ BLO വെരിഫൈഡ് എന്ന നിലയിൽ ഒപ്പിട്ടിരിക്കണം. നമ്മുടെ ഇരിക്കുന്ന ഫാമിനകത്ത് നമ്മൾ ഒപ്പിട്ടില്ല, നമുക്ക് പിന്നെ ഒപ്പിടാമല്ലോ, നമ്മൾ വെച്ച് മാറ്റി. അതിൻ്റെ താഴെ BLOയുടെ ഒപ്പില്ലെങ്കിലോ നമുക്ക് നാളെ ഒരു പ്രശ്നം വന്നാൽ BLO തിരക്കി നടക്കണം. അതുകൊണ്ട് ഫാം നമ്മൾ കൈപ്പറ്റുമ്പോൾ നമ്മുടെ ഒപ്പ് 2 ഫാമിൽ വിട്ടു, BLOയുടെ ഒപ്പ് 2 ഫാമിൽ ഇട്ടു എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് ഒരു ഫാം തിരിച്ചു വാങ്ങിച്ച് ഒരു ഫയലിൽ എവിടെയെങ്കിലും ചുരുട്ടി കൂട്ടി എവിടെയെങ്കിലും വെച്ച് മറന്നു പോകാതിരിക്കണം. അതൊരു ഫയലിലോ ഒരു പഴയ കുട്ടികളുടെ നോട്ട്ബുക്ക് കാണും, അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് എഴുതി തീർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള പേപ്പറിലെ വലിച്ചു കഴിഞ്ഞ ബൈൻഡ് മാത്രം എടുത്തിട്ട് ഇത് അതിനകത്ത് വെച്ച് ഒരു ഫയൽ പോലെ സൂക്ഷിച്ച് വയ്ക്കുക. പാടില്ല സാർ, പാടില്ല, ഒരു കാരണവശാലും പാടില്ല. വ്യക്തമായി പറയുന്നുണ്ട്, BLO 2 ഫാമും എഴുതണമെന്നും ആ 2 ഫാമിൻ്റെ അടിയിലും വോട്ടറും അതിന് താഴെ വെരിഫൈഡ് എന്ന നിലയിൽ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അയാൾ ഒപ്പിടണമെന്ന് പറയുന്നുണ്ട്. പൂരിപ്പിച്ചോളാൻ പറഞ്ഞു. അതെ, അത് ശരിയാണ്. ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, 16 എഴുതാൻ ഞാൻ കഥ പറഞ്ഞില്ലേ. അവിടെ കൊണ്ട് കൊടുത്തിട്ട് അയാൾക്ക് പോയി. ആ BLOക്ക് അത്ര ഉത്തരവാദിത്തമുള്ള അയാളവിടെ കൊണ്ട് കൊടുത്തിട്ട് അയാൾ പോയി. ആ BLO ഒപ്പിടിച്ചില്ല, എഴുതിയതുമില്ല, ഒന്നും എഴുതിയിട്ടില്ല, അവിടെ കൊണ്ട് കൊടുത്തിട്ടൊക്കെ പോയിരിക്കുക. ഇത് അവർ പിന്നെ കൊണ്ടു നടന്ന് വോട്ട് ഇതാ ഇത്ര പേര് ശ്രമിക്കും, നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ ശ്രമിച്ചേ പറ്റൂ. നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമല്ല ഇവിടെ. മുമ്പൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് പറഞ്ഞ് നിങ്ങളെ വോട്ടില്ല കേട്ടോ, ഒന്ന് വോട്ട് ചേർക്കണമെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള ആർഡറേ എന്ന് നമ്മൾ തിരിച്ചയക്കും. ഇപ്പം അങ്ങനെ അയക്കാൻ പറ്റില്ല.
ഇപ്പം നമ്മുടെ അവകാശമാണ്, നമ്മുടെ അവകാശ സംരക്ഷണമാണ്. അതുകൊണ്ട് നമ്മുടെ വോട്ട് ചേർക്കാൻ നിർബന്ധമായി നമ്മൾ കൂട്ടുന്നേ പറ്റൂ. അപ്പോൾ വോട്ട് ചേർക്കാൻ ഇപ്പോൾ നേരത്തെ ആ സഹോദരൻ പറഞ്ഞതുപോലെ അങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതി നമ്മളെ പൂർത്തിയാക്കിയ ശേഷം BLO വിളിച്ചു വരുത്തി. BLO മാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം 3 തവണയാണ് ഒരു വോട്ടറെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. 3 തവണ വീട്ടിൽ പോകണമെന്നാണ്, മിനിമം 3 തവണ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 തവണ പോകണം എന്ന് പറഞ്ഞ് ആദ്യ ആൾ കൊണ്ട് തന്നിട്ട് പോയി. ഇനി രണ്ടാമത് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പേപ്പർ എടുത്ത് കൃത്യമായി എഴുതി വെച്ച് അയാളുടെ മുമ്പിൽ വെച്ച് അതിനെ പൂരിപ്പിച്ച് നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് അയാളെ കൊണ്ട് ഒപ്പിടിച്ച് നമ്മൾ ഒപ്പിട്ട പേപ്പർ അയാൾക്ക് കൊടുക്കുന്നു. അയാളും നമ്മൾ ഒപ്പിട്ട പേപ്പർ നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്നു. അയാളെ ഇരിക്കുന്ന പേപ്പറിന് നമ്മുടെ ഒപ്പ് വേണം, നമ്മുടെ ഒപ്പം വേണം, അയാളുടെ ഒപ്പം വേണം. അപ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കണം. ഫോട്ടോസ്റ്റാറ്റാണ്, അതൊരു റെസിപ്റ്റ് പോലെ സൂക്ഷിച്ച് നമ്മളിൽ വെക്കണമെന്നാണ് കർശനമായ നിർദ്ദേശമുണ്ട്. അത് നമ്മൾ ചെയ്തിരിക്കണം. നാളെ ഒരു സമയത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ സാധനമാണ് പ്രധാനം. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വോട്ടർ പട്ടിക എഴുതുന്നതിന് മുമ്പ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചാൽ ആ ഫോട്ടോസ്റ്റാറ്റിൽ എഴുതിയ ശേഷം അതെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അതിൻ്റെ ഫെയർ കോപ്പി എഴുതാൻ ശ്രമിക്കുക. 1. 2, വോട്ടർ പട്ടിക ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ അതിനടിയിൽ ഒപ്പിടാനും BLO കൊണ്ട് ഒപ്പിടിപ്പിക്കാനും മറക്കരുത്. ഒരെണ്ണം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഫോമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും സമഗ്രമായി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് തെളിയിക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനത്തെ കോളത്തിൽ ഇതിനകത്ത് നിർദ്ദേശത്തിൽ പറയുന്നതാണ്, നമ്മളെ ഫോട്ടോ എടുത്തത് പണ്ടുള്ളൊരു ഫോട്ടോ ആണ്. ഒരു 40-50 വർഷത്തിന് മുമ്പുള്ളൊരു ഫോട്ടോ, നമ്മൾ ചെറുപ്പക്കാരനായിട്ടിരിക്കുന്നുള്ള ഫോട്ടോ ആയിരിക്കും ഉള്ളത്. നമ്മളൊരു പുതിയ ഫോട്ടോ ഒട്ടിക്കണം, അതിന് അവകാശം നമുക്കുണ്ട്. നിലവിലെ ഫോട്ടോ പതിക്കാനൊരു കോളമുണ്ട്. ഇവിടെ നമ്മുടെ ഫോട്ടോ ഉണ്ട്, ഇവിടെ നമ്മുടെ ഫോട്ടോ അടിച്ചാൽ വരുന്നത്. ഇപ്പം നമുക്ക് തോന്നുന്നു ആ ഫോട്ടോ മാറ്റി നമുക്കൊരു പുതിയ ഫോട്ടോ വേണം, ഒരു കളർ ഫോട്ടോ കൊടുത്താൽ അവർ ഇവിടെ ഒട്ടിച്ചു കൊണ്ട് പോകും. അതിൻ്റെ ഒരു കോപ്പി നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചേക്കണം. അല്ല BLO ഒട്ടിക്കുന്ന ഫാമിൽ മാത്രം മതി നമ്മൾ കൊടുക്കരുത്. 2 ഫോട്ടോ എടുത്ത് വയ്ക്കണം. ഒരു ഫോട്ടോ അവരുടെ ഫാമിൽ ഒട്ടിച്ചു കൊടുക്കണം, ഒരു ഫോട്ടോ നമ്മളതിൽ എടുത്ത് വെക്കണം. കാര്യം ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നാളെ ചോദിക്കും. അതിനകത്ത് ഫോട്ടോ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ കബളിപ്പിച്ചെന്ന് വരും. അതുകൊണ്ട് ഫോട്ടോ അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ പട്ടികയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഉള്ളത്. ഇനി 2002 പട്ടിക ഇല്ലാത്ത വോട്ടർമാരാണെങ്കിൽ അവരുടെ ബന്ധു 2002 ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ എഴുതുക. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ആ കാര്യമാണ്. 2002 വോട്ടർ പട്ടികയിലില്ല, പക്ഷേ 2024 വോട്ടർ പട്ടികയിലുണ്ട്. അതുകൊണ്ടാണ് ആ പടം ഒട്ടിച്ച ഫോട്ടോ നമുക്ക് തന്നത്. അതിനകത്ത് എന്ത് ചെയ്യണം? 2002 വോട്ടർ പട്ടികയിലുള്ള ഓർമ്മയില്ലേ നേരത്തെ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം, ആ ചോദ്യമാണ് ഉത്തരം. ഒരാൾ മരിച്ചു പോയാൽ രണ്ടാമത്തെ ആളുടെ പേര് എഴുതുക. അതുപോലെ പോയി BLO മാർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മരണപ്പെട്ടിട്ട് പോയ ഒരാളുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ എത്രയും പേര് മരണപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, ആ മരണപ്പെട്ട പേരുടെ ഫോട്ടോ ഒട്ടിച്ച പേപ്പർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി അത് പ്രത്യേകമായി സൂക്ഷിച്ച് വയ്ക്കാൻ BLO മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മരിച്ചവരുടെ പേര് ഒഴിവാക്കാൻ വേണ്ടിയാണത്, ഡിലീറ്റ് ചെയ്യണം, ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മരിച്ചുപോയവരുടെ പേര് വിവരം എഴുതി, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അവന് മരിച്ചു പോയതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്നത് ഡിക്ലറേഷനാണ്. വേണമെങ്കിൽ ഡിക്ലറേഷൻ നമ്മൾ പിന്നീട് സബ്മിറ്റ് ചെയ്യാം. നമ്മൾ അവരോട് പറയുന്നു, ഞാൻ എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയതാണ്, ഞാൻ എഴുതി കൊടുത്തു, മരണപ്പെട്ടു പോയി, അവർ രേഖപ്പെടുത്തി അത് പ്രത്യേകം സൂക്ഷിക്കും. അതാണ് ഇതുവരെ വന്ന നിർദ്ദേശം. വാപ്പയുടെയും ഉമ്മയുടെയും പേരില്ലെങ്കിൽ അവിടെയുള്ള മുതിർന്ന അംഗം ഒപ്പിട്ട് കൊടുത്താൽ മതി എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. മുതിർന്ന അംഗം ഒപ്പിട്ട് കൊടുത്താൽ മതി എന്നാണ്. ആ മുതിർന്ന അംഗം നമ്മളാണെങ്കിലോ നമ്മുടെ പേര് തന്നെ എഴുതേണ്ടി വരും, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യേണ്ടതുണ്ടോ? 2025 ഒക്ടോബർ 27 വരെയുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും ഫോട്ടോ വെച്ചുള്ള ഇന്യൂമറേഷൻ ഫോം തരും. ഇത് ഇന്യൂമറേറ്റർമാർക്ക് കൊടുത്ത ഒരു കൈപ്പുസ്തകമാണ്. അതിൽ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാ അത് ഒരു വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ഇന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെ, അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും നമുക്കൊന്നുകൂടെ എടുക്കാം. 2025 ഒക്ടോബർ വോട്ടർ പട്ടികയിലുള്ള എല്ലാവർക്കും ഇന്യൂമറേഷൻ ഫോം നൽകണം. അതാത് BLOക്ക് ലഭിക്കുന്ന എല്ലാ ഇന്യൂമറേഷൻ ഫോമുകളും വിതരണം ചെയ്യണം. ഒരു തരത്തിൽ വിതരണം ചെയ്യാൻ കഴിയാത്ത ഫോമുകൾ അക്കാരണം രേഖപ്പെടുത്തി കയ്യിൽ സൂക്ഷിക്കണം. ഒരു വീട്ടിൽ ചെന്നു അടച്ചിട്ടിരിക്കുന്നു, കൊടുക്കാൻ യാതൊരു മാർഗ്ഗമില്ല, അവരുടെ ഫോൺ നമ്പർ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചു, വിളിച്ചു, കിട്ടുന്നില്ല, ഒരു മാർഗ്ഗവും ഇല്ല എന്ന് കണ്ടാൽ ആ ഫോം കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. കാരണം ആ വോട്ടർക്ക് നാളെ അവകാശപ്പെടുമ്പോൾ ഇത് കൊടുക്കണം. അതുകൊണ്ട് മാറ്റി വയ്ക്കുക. എന്ത് കാരണമാണെന്ന് എഴുതി രേഖപ്പെടുത്തി വയ്ക്കാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കുട്ടിയെടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എഴുതി വെക്കുന്നെങ്കിൽ എൻ്റെ പോലെ പെൻസിൽ എഴുതി വെച്ചാൽ ആ പെൻസിൽ വെച്ചേ എഴുതാവൂ. ഈ ഫോമിനകത്ത് എന്ത് കാരണമെന്ന് എഴുതി വെക്കണം. കൊടുക്കാൻ പറയുമ്പോൾ മാത്രമേ അത് പേന കൊണ്ട് എഴുതാവൂ, അതുപോലെ പെൻസിൽ വെച്ച് എഴുതാവൂ. നാളെ ഈ അവരെ ഒന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഫോം കൊടുക്കാൻ പറ്റും അതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് പെൻസിൽ വെച്ച് എഴുതാൻ വായിച്ച് കളയാം. ഇന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെ?
ആദ്യ ഭാഗത്തിന് അവസാന കോളത്തിൽ ഒരു ഫോട്ടോ ഒട്ടിക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നതാണ്. നമുക്കൊരു കളർ ഫോട്ടോ വേണമെങ്കിൽ ഒട്ടിക്കാം. വോട്ടറുടെ നിലവിലുള്ള വിവരങ്ങൾ അതിന് താഴെ എഴുതുക, അതിന് താഴെ SIR വിവരങ്ങൾ ചേർക്കുക. അതൊക്കെ കഴിഞ്ഞു. മുമ്പത്തെ SIR വിവരങ്ങൾ പൂരിപ്പിക്കുന്ന ഇങ്ങനെ ലഭിച്ച ഫോം ഏത് വ്യക്തിയുടെയാണോ ആ വോട്ടർ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അന്നത്തെ വിവരങ്ങൾ ഇടതുവശത്ത് എഴുതുക. 2002 വോട്ടർ പട്ടികയിൽ വോട്ടർ ഇല്ലെങ്കിൽ വോട്ടറുടെ ബന്ധുവിൻ്റെ വിവരം വലതുവശത്ത് എഴുതുക. നേരത്തെ പറഞ്ഞു കഴിക്കാം. ക്ലിയറായി? നെക്സ്റ്റ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിക്കണം. മുമ്പത്തെ ഇതിൻ്റെ വോട്ടർ പട്ടികയുടെ വിവരങ്ങൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് ഇത്രയും ഞാൻ പേരൊന്നും HPP എന്നൊന്നും വേണ്ട. നിങ്ങൾ CEO എന്താണത്? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. അത് O ഇല്ല, C ആണ്. CEO ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇനി മറ്റതുണ്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ. മനസ്സിലായി? CIC എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഉണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് സൈറ്റ് ഉണ്ട്. അതിലേതായാലും ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ എല്ലാവർക്കും കയറാം. ഇവിടെ ഇരിക്കുന്ന പ്രായത്തിയവരും ഒരുപാട് പേര് ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ. ഏതെങ്കിലും കുട്ടികളെടുത്ത് കൊടുത്താൽ അവർ കറക്റ്റായിട്ട് നോക്കി എടുത്തു തരും. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? ഈ വോട്ടർ പട്ടികയുടെ പേരുണ്ടോ എന്ന് നമുക്ക് നോക്കാം, അത് പരിശോധിക്കാം. നമ്മൾ 2004 പട്ടികയിൽ നമ്മളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. 2004 പട്ടികയിൽ ഉണ്ട്, എൻ്റെ പേരുണ്ട്, പക്ഷേ എനിക്ക് ഫാം തന്നില്ല. 2004 പട്ടികയിൽ എൻ്റെ പേരുണ്ട്, എന്തുകൊണ്ട് എനിക്ക് തന്നില്ല? ചിലപ്പോൾ ഈ ആൾ തർക്കിക്കുന്നത് ചിലപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക എടുത്ത് വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക അല്ല. പാർലമെൻറ്റോ അസംബ്ലിയിലോ നമ്മൾ വോട്ട് ചെയ്തപ്പോൾ ആ വോട്ടർ പട്ടിക ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമുക്ക് പഴയ വോട്ടർ പട്ടിക ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് മാർഗ്ഗമുണ്ട്. ആ മാർഗ്ഗമുള്ളപ്പോൾ ഏതെങ്കിലും എടുത്ത് കയറി കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ടാകുന്ന എടുത്ത് അത് ഒന്ന് ആ സൈറ്റ് ഒന്ന് കാണിച്ചു. അല്ല, സൈറ്റിൻ്റെ പേര്, സൈറ്റിൻ്റെ അഡ്രസ് ശരിയോ? ഇതാണ് സൈറ്റ്. വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോളൂ. ഞാൻ വോട്ടറാണോ എന്ന് നമുക്ക് തന്നെ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാം. ഞാൻ വോട്ടറാണോ? ആ ഒരു സൈറ്റിനകത്ത് അത് വോട്ടർ മാത്രം പരിശോധിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സൈറ്റിനകത്ത് കാണിക്കുന്ന ഈ ഭാഗം. ചോദിക്കുന്നുണ്ട്. അപ്പോഴാവുന്നില്ല. ID കാർഡിലല്ല, സീരിയൽ നമ്പറല്ല ചോദിക്കുന്നത്. വോട്ടർ ID-യിൽ വോട്ടർ പട്ടികയില്ലേ, ആ പട്ടികയ്ക്ക് ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ട്. ആ പാർട്ടാണ് ചോദിക്കുന്നത്. ആ പാർട്ട് നമ്പറാണ്. അതായത് നമുക്കറിയാം, ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ 4 ബൂത്ത് ഉണ്ടെന്ന് വെച്ചോ. ചിലപ്പോൾ 3 ബൂത്ത് കാണും, ചിലപ്പോൾ 4 ബൂത്ത് കാണും. കോർപ്പറേഷൻ ഞങ്ങൾ അവിടെയൊക്കെയാണ് 5 ബൂത്തുണ്ട്. ആ ഒരു ഭാഗത്ത് ഒരു പാർട്ട് നമ്പറുണ്ട്. ആ നമ്പറാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്താണ് ഇത് കോർപ്പറേഷൻ്റെതല്ല, ഇത് അസംബ്ലിയുടെയാണ്. ഈ അസംബ്ലിയിൽ എന്തുണ്ട്? ഒരു മണ്ഡലത്തിൻ്റെ നമ്പറുണ്ട്. എൻ്റെ മണ്ഡലം 20 125. ഇവിടുത്തെ ഈ മണ്ഡലത്തിൻ്റെ നമ്പർ അറിയാം, 122. ചവറ മണ്ഡലം 122. 122 ചവറ എന്ന് പറഞ്ഞാൽ അടിച്ചാൽ 122 ചവറ വരുമ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ വോട്ട് ചെയ്ത ബൂത്ത് ഏതാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കശുവണ്ടി ഫാക്ടറി ആയിരിക്കാം, ഒരു സ്കൂളായിരിക്കാം. ആ സ്കൂളിൻ്റെ അവിടെ ഡൗൺലോഡ് എന്നൊരുപതുണ്ട്. ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞാൽ ആ പട്ടിക മുഴുവൻ നമ്മുടെ മുമ്പിലേക്ക് കിട്ടും. വേഗത കിട്ടും. നല്ല സ്പീഡാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിന് ഭയങ്കര സ്പീഡാണ്. ചില സമയത്ത് അത് ഹാങ് ആവുന്നുണ്ടാവും. കാരണം ലോകമെമ്പാടുള്ള ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുക. ലോകമെമ്പാടുള്ള നമ്മളെ മക്കളൊക്കെ വിദേശത്ത് നിൽക്കുന്നവരൊക്കെ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ടാവും. അപ്പോൾ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഹാങ് ആവുന്നില്ല. സാധാരണ സൈറ്റ് പോലല്ല, ഭയങ്കര സ്പീഡിൽ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് സംവിധാനമാണ് അതിനകത്തുള്ളത്. ഇനി അടുത്ത തൊട്ട് മേലെടുത്ത് ഇത് കഴിഞ്ഞല്ലോ. പുതിയ എപ്പിക് നമ്പർ ഫോമിൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന എപ്പിക് നമ്പറാണ് മുൻ SIR വിശദാംശങ്ങളിൽ നൽകേണ്ടത്. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ID കാർഡിനകത്ത് മുകളിൽ കാണുന്ന നമ്പർ. ആ നമ്പർ എവിടെ കാണും? വോട്ടർ പട്ടികയിലും ആ നമ്പറുണ്ട്. ഓക്കെ. മുൻ SIR സമയത്തെ വോട്ടർ പട്ടികയെ പരിശോധിച്ചാൽ അതിനുള്ള വിവരങ്ങളാണ് നൽകേണ്ടത്. ഇന്നത്തെ പട്ടികയിലോ ഇന്ന് നേരിൽ കാണുന്നതോ ആയ വിവരങ്ങളല്ല. മുൻ SIR കാണുന്ന വിവരങ്ങൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. തന്നെ നമ്മുടെ വോട്ടർ പട്ടികയിൽ വരുന്ന ആ ലിസ്റ്റ് ഒരു പ്രത്യേക സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഈ ഫോമിനകത്തേക്ക് മാറ്റുകയാണ്. അധ്യാപകർക്കറിയാം,
പിന്നെ പരീക്ഷാ ഫയൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കാണ് കുട്ടികൾ ഓരോ സ്കൂളിലും പരീക്ഷ എഴുതിയവരുടെ മാർക്ക് മുഴുവൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്കെല്ലാം കൂടെ ചെന്ന് കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിച്ച് ഈ കുട്ടിക്ക് ജയിക്കാനുള്ള മിനിമം മാർക്ക് ആയിക്കഴിഞ്ഞാൽ താനെ സർട്ടിഫിക്കറ്റ് അങ്ങ് പിന്നെ പുറത്തു വരികയാണ്. സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ടാണ് ജനറേറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുകയാണ് ഈ ഫോം. അതുകൊണ്ട് ഒരു തെറ്റും അതിനകത്ത് വരത്തില്ല. ഈ പട്ടികയ്ക്കകത്ത് എങ്ങനെ പേര് കിടക്കുന്നോ, എന്ത് നമ്പരാണോ, എത്ര പ്രായമാണോ, അത് തന്നെയായിരിക്കും ഫോമിൻ്റെ മേളിൽ കാണുന്നത്. അതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാനൊക്കില്ല. നെക്സ്റ്റ്, വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം നമ്മുടെ കയ്യിലുള്ള വീടിൻ്റെ കരമൊടുക്കിയ രസീത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ വീട്ടിൽ നമ്മുടെ പേര് ചേർക്കാൻ അനുമതിയുണ്ട്. മനസ്സിലായില്ലേ? ഒരു പ്രയാസമില്ല, അത് ചേർക്കാൻ പറ്റും. നമ്മൾ ഇപ്പം പറഞ്ഞില്ല, നമ്മളിപ്പോൾ എല്ലാവരും സ്വന്തം വീട് കാണത്തില്ല, വാടക വീട് മാറി 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 താമസിക്കുന്നുണ്ടാവും.